ആധാർ കാർഡ് എങ്ങനെ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബ്രൗസറാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഗൂഗിളിലൂടെയാണ്. ഗൂഗിളിൽ വന്നതിന് ശേഷം UIDAI എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ബാറിലായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റുകൾ ലഭിക്കും. അതിലെ UIDAI എന്ന് പറയുന്ന വെബ്സൈറ്റിലായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെബ്സൈറ്റിലോട്ട് കയറി വന്നതിന് ശേഷം ആദ്യമേ തന്നെ വെബ്സൈറ്റിലായിട്ട് ചോദിക്കുന്നത് ഒരു ഭാഷ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. ഭാഷ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതായിരിക്കും. തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ താഴ്ഭാഗത്തോട്ടായിട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. വരുന്ന ഇൻ്റർഫേസിൽ താഴ്ഭാഗത്ത് വരുന്ന ധാരാളം ഓപ്ഷനുകളിലെ ഗെറ്റ് ആധാർ എന്നുള്ളതിന് താഴെയായിട്ട് ഡൗൺലോഡ് ആധാർ എന്ന് പറയുന്ന ലിങ്ക് കാണാവുന്നതാണ്. ആ ലിങ്കിലായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതിനിടയിൽ ഇതേപോലെയുള്ള ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ ഇൻ വെബ് എന്നുള്ളതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നീട് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളിലോട്ടാണ് വരുന്നത്. ഇതിൽ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് OTP വന്ന രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എൻറോൾമെൻറ്റ് ID നമ്പർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ, ആധാർ കാർഡ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ എൻറോൾമെൻറ്റ് ID നമ്പർ ഉപയോഗിച്ചുകൊണ്ടും, വെർച്വൽ ID നമ്പറാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടും, SID ഉപയോഗിച്ചുകൊണ്ടും നിങ്ങളുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ആധാർ നമ്പർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ തന്നെ കൊടുത്തുകൊണ്ട് അതിലോട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് വരുന്ന OTP വെച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആധാർ നമ്പറാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ആധാർ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത ശേഷം താഴ്ഭാഗത്തുള്ള ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് സെൻഡ് OTP എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് OTP വന്നിട്ടുണ്ടാകും. OTP കൊടുത്ത ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന ഇൻ്റർഫേസിനോടൊപ്പം തന്നെയായിട്ട് ആധാർ കാർഡ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നത് കാണാവുന്നതാണ്. ഈ ആധാർ കാർഡ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അത് നിങ്ങൾക്ക് തുറക്കുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടാകും. അതിനുശേഷം വരുന്ന ഇൻ്റർഫേസിലെ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് സക്സസ്ഫുൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ പാസ്വേഡ് എന്തായിരിക്കും എന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരങ്ങളും അതിന് ശേഷം പിന്നീട് 4 എണ്ണമായിട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ ജനിച്ചിരിക്കുന്ന ജനനത്തിൻ്റെ വർഷവുമാണ് പാസ്വേഡായിട്ട് ഉണ്ടായിരിക്കുന്നത്. പാസ്വേഡ് കൊടുത്ത ശേഷം ഓപ്പൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ PDF ഫയലായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ആധാർ കാർഡ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തും ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.